രേണു സുധി ബിഗ് ബോസിലേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ദ ഹൈപ്പ് വാസ് വെരി ഹൈ. ഓക്കെ, ആൻഡ് അവർക്ക് ഇപ്പോഴുള്ളൊരു ഡൗൺഫോൾ അവസ്ഥ ഞാൻ നോക്കുമ്പോൾ കമൻറ്റ് ബോക്സിനകത്തും പിന്നെ കുറച്ച് പേരുടെ വീഡിയോ ഒക്കെ സംഗതി രേണു സുധിയെ നമ്മൾ കളിയാക്കും, അല്ലെങ്കിൽ സുധീനെ കണ്ടൻ്റ് ആക്കുന്നതിനെ കുറിച്ച് പറയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ അവർ മെൻ്റലിയും ഫിസിക്കലി ഭയങ്കര ഡൗൺ ആണ് തോന്നുന്നു. ഓക്കെ, ആൻഡ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് ബിഗ് ബോസ് ഓഡിയൻസും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റ്. ആൻഡ് വൈ രേണു സുധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സംസാരിക്കാൻ ഏറ്റവും നല്ല ഒരു എന്താ പറയുക സ്പെസിമെൻ ഈസ് രേണു സുധി. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. രേണു സുധി പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് രേണു സുധിക്ക് വയ്യ. ഓക്കെ, ഷീ ഈസ് നോട്ട് വെൽ, അതാണ് പറയുന്നത്. അവർക്കൊരു ട്രോമ വന്നു, ഫിസിക്കലി അവർ ഓക്കെ അല്ല. ഓക്കെ, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ ആണ് രേണു സുധി ആദ്യം തന്നെ പറഞ്ഞത്. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സുധിയേട്ടൻ മരിച്ച ട്രോമയിൽ. കാരണം വേറൊന്നുമല്ല, ഏട്ടൻ മരിച്ച സമയത്ത് എനിക്കങ്ങനെ ട്രോമ വന്നപ്പോൾ എനിക്ക് യാത്രകളും എൻ്റെ മക്കളും എൻ്റെ കുടുംബം എല്ലാവരും അടുത്തുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരകലത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഇതിൽ വന്നപ്പോഴത്തേനും ആ ഒരു ആരും ഇല്ലാതായപ്പോഴത്തേനും, അതായത് എല്ലാവരുമായിട്ടുള്ള ബന്ധം പോയപ്പോഴത്തേനും ആ ട്രോമ വീണ്ടും വന്നു. അതാണ് എനിക്ക് പറ്റിപ്പോയത്. ഞാനത് പറഞ്ഞിട്ടുമുണ്ട്, ഇതാണ് എനിക്ക് പറ്റിപ്പോയ കാരണം. ഓക്കെ, അപ്പോൾ ഈ ട്രോമ ഇത് പല ആളുകളും കമൻറ്റ് ബോക്സിനകത്ത്, ഞാനിവിടെ ഒരു കമൻറ്റ് ബോക്സ് ഞാൻ വെക്കാം, 1-2 കമൻറ്റ് ബോക്സ് ഞാൻ ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് കമൻറ്റ്സ് ആണ്, നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഞാൻ എടുത്തെടുത്ത് വായിക്കുന്നില്ല. ഇവർ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ബിഗ് ബോസിൽ പോകുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആളുകൾ പോകുമെന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഞാനൊരു എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തി, ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, ആ ഒരു മൂഡിലേക്ക് പലരും പോയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പല ആളുകളും നമ്മൾ എൻ്റെ സീസണിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ തമ്മിൽ വീടിനകത്തിരുന്ന് തന്നെ പല പല ട്രോമാസിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. ഫൈൻ. പിന്നെ അതിന് മുമ്പുള്ള സീസണുകളിൽ പോയി വന്ന ആളുകളും സ്റ്റിൽ ഞാൻ പറയുന്നത് ബിഗ് ബോസ് ഹൗസിനകത്തുനിന്ന് അടിച്ച ട്രോമ ഇപ്പോഴും ലൈഫിൽ ഭയങ്കരമായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട്. ഓക്കെ, ചില ആളുകൾ മാത്രമേ, വെരി റയർ ആയിട്ടുള്ള ആളുകൾ മാത്രമേ ആ ട്രോമയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ സംസാരിക്കുന്നത് ഞാനാണെങ്കിലടക്കം ഒരു ചെറിയൊരു സ്റ്റേജിൽ, അതിൻ്റെ ഡോഗ് റിലേറ്റഡ് സ്റ്റേജിൽ ഞാൻ വല്ലാത്തൊരു സീനിലേക്ക് പോയി. ഓക്കെ, അതിന്നിപ്പോൾ റിക്കവർ ആയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെത്തി തിരിച്ച് ബാക്കി ഡോഗ്സിനെയൊക്കെ കണ്ട് ഇപ്പോഴും എനിക്കെൻ്റെ ആക്സുവിൻ്റെ കേജ് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോഴും സീനാണ്. ബട്ട് സ്റ്റിൽ ഒരു പരിധി വരെ ഞാനൊന്ന് റിക്കവറായി പോരുന്നുണ്ട്. ബിക്കോസ് ഞാൻ എൻഗേജ്ഡാണ് ഭയങ്കരമായിട്ട്. ഞാൻ നിങ്ങളായിട്ട് എൻഗേജ്ഡാണ്, പുറത്തിറങ്ങാറുണ്ട്. ഞാനങ്ങനെ എക്സ്ക്ലൂസിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളൊന്നുമല്ലല്ലോ. നമ്മൾ മറ്റേ കാട് റോഡ് തോട് അങ്ങനെ ചാടി എറിഞ്ഞ് നടക്കുന്ന മനുഷ്യന്. അപ്പോൾ അതെനിക്കൊരു സീനല്ല എന്നുള്ളത് എനിക്ക് പോകെ നമ്മളത് ക്ലിയർ ആവും. ഓക്കെ, ക്ലിയർ ആയി ഞാൻ ഓൾമോസ്റ്റ്. പക്ഷെ അല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ രേണു സുധിയുടെ ഈ ഒരു സുധിച്ചേട്ടൻ ട്രോമ, അതായത് സുധിച്ചേട്ടൻ മരിച്ച സമയത്തുള്ളൊരു ട്രോമ അവർക്ക് ബിഗ് ബോസിനകത്ത് പോയപ്പോൾ തിരിച്ചു വന്നു, അതുകൊണ്ട് അവർ ഭയങ്കര മെൻ്റലി ഫിസിക്കലി ഡൗൺ ആയി എന്ന് പറയുന്നത് ദാറ്റ്സ് എ റൈറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, അതങ്ങനെ തള്ളിക്കളഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞ്, അല്ലെങ്കിൽ അവർ ഇനി അത് പറഞ്ഞ്, അതായത് ഒന്നിനും വയ്യ, കളിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതല്ലേ, ക്വിറ്റ് ചെയ്ത് പോകുന്നതല്ലേ എന്നുള്ള ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ട്രോമയുടെ കാര്യം പറഞ്ഞു പോകുന്നതാണോ എന്ന് ചോദിക്കുന്ന പലരെയും കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല. കാരണം അവർക്ക് സുധി എന്ന് പറഞ്ഞൊരു ആശ്രയം പോയപ്പോൾ അവർ ഒരു സ്റ്റേജിലായിരുന്നു, ഒരു വല്ലാത്തൊരു മെൻ്റൽ സ്റ്റേജിൽ, ഒരു കിളിപാറിയ അവസ്ഥയിലായിരുന്നു അവർ. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ നമുക്കതറിയാം. അന്ന് അതിനെക്കുറിച്ച് കുറേ പേര് നമ്മളൊക്കെ സംസാരിച്ചതുമാണ്. അതിനുശേഷം മെല്ലെ അവർ റിക്കവർ ആവുന്നത്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നത്, പിന്നെ അതിന് ശേഷം അവർ കുറച്ചധികം എന്താ പറയുക എക്സ്പ്ലോഷർ കൂടിയപ്പോൾ അവർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, അതിലങ്ങോട്ട് മുങ്ങിപ്പോയി. അപ്പോൾ അവരുടെ ആ ട്രോമ എന്ന് പറഞ്ഞ സാധനം എന്തായി, അങ്ങോട്ട് മാറി നിന്നിട്ട് അവർ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ, ഓൺലൈൻ ചാനലുകൾ, ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ലൈം ലൈറ്റ്, ആ ഒരു സെലിബ്രിറ്റി പരിപാടിയിൽ കയറിയതോട് കൂടിയിട്ട് അവർക്ക് ആ ട്രോമ സൈഡായതാണ്. അപ്പോൾ അത് തിരിച്ചു വരാം, മനസ്സിലായില്ല, തിരിച്ചു വരാം. കാരണം ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഇപ്പോൾ ഫോണാണ് നമുക്കെല്ലാം. ഫോൺ മാറുമ്പോൾ ചിലർക്ക് പണിയായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു രേണു സുധിക്ക് അത് പറ്റും. കാരണം മറ്റേതില്ലെങ്കിൽ ഇപ്പോൾ എത്ര ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് വീട് വിട്ട് പോയാലും ഒറ്റ കോളിൽ കുട്ടികളെ വിളിക്കാൻ പറ്റും, വീട്ടുകാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട്സിനെ കിട്ടും. അല്ലെങ്കിൽ പോണടത്തൊക്കെ ഓൺലൈൻ മീഡിയ ചാനൽസ് കാര്യങ്ങൾ, അവിടെ അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കണ്ടൻറ്റ്. ഇതിനകത്ത് അങ്ങനെയല്ല, ബാക്കിയുള്ളവരുടെ കണ്ടൻറ്റ് കയറി പിടിക്കണം, അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു ബേസിക് നേച്ചർ ചിലപ്പോൾ അവിടെ ആയിട്ട് അവർക്ക് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഒറ്റപ്പെട്ട് പോകുമ്പോൾ
ആ ട്രോമ ചിലപ്പോൾ കയറി വന്നിരിക്കാം. അവർ ആദ്യം സുധിച്ചേട്ടനെ കണ്ടന്റ് ആക്കാമെന്ന് വിചാരിച്ച് തന്നെ അകത്ത് പോയതാന്നുള്ളത് നമുക്ക് കണ്ടാൽ അറിയാം. ബട്ട് അത് സാധിച്ചില്ല, കാരണം അവർക്കത് പറ്റില്ല. കാരണം അത് ഒരു റിയാലിറ്റിയാണ്. സുധി എന്ന് പറഞ്ഞൊരു ഫാക്ടർ അവർക്ക് കണ്ടന്റ് എന്നുള്ളതിനുപരി ലൈഫിലെ ഭയങ്കര റിയാലിറ്റി ആയിരുന്നു സുധി എന്നുള്ളത്. അപ്പോൾ അതൊരു ട്രോമ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു കളിയാക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ളൊരു സംസാരങ്ങൾ എനിക്ക് തോന്നുന്നത് ഇവർ കുറച്ചും കൂടി ട്രൂ ആയിട്ടാണ് ഈ ട്രോമയുടെ കാര്യം പറയുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം അവർ പിന്നെ വയ്യാത്ത കാര്യത്തിനെ കുറിച്ചും കുറച്ച് പറയാനുണ്ട്. അതിന് മുമ്പ് ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ, ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടില്ല മാം. അല്ല എന്നാലും ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ആരുമായിട്ട് ഇതില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളൊരു സ്ഥലത്തോട്ട് ചെന്ന് എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ അതിന്റെ ആ ഒരു അനുഭവം മനസ്സിലാക്കുന്നത്. സോ അതാണ് എനിക്ക് പറ്റിയത്. പക്ഷെ എന്താന്ന് പറയും, ഇപ്പൊ രേണു കാരണം ഒരാളുടെ ഓപ്പർച്യൂണിറ്റിയാണ് പോയത്. അതെ അതെ അല്ലേ. സത്യം പറഞ്ഞ എന്നെ സംബന്ധിച്ച് 2.5 വർഷം മുന്നേ എൻ്റെ ഹസ്ബൻഡ് സുധിച്ചേട്ടൻ മരിച്ചപ്പം ഞാനൊരു ഡ്രോമയിലായിരുന്നു, ഒരു ഡിപ്രഷൻ മൂഡിൽ ഇങ്ങനെ. അപ്പം ആ സമയത്ത് എനിക്ക് ആ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളും അല്ലെങ്കിൽ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എൻ്റെ കൂടെ എൻ്റെ കണ്ണിൽ തന്നെ ഉണ്ട്, കണ്ണിന് മുന്നിൽ. അപ്പോൾ അതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേന് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ആ ഒരു ഡ്രോമയിൽ നിന്ന് ഞാൻ ഒരുപാട് മൈൻഡ് ഡൈവേർട്ടഡ് ഓക്കെ ആയി. പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റാണ് ലൈഫിൽ ഇങ്ങനൊരു ഹൗസിലേക്ക് വരുന്നതും, അതായത് നമ്മുടെ എല്ലാവരെയും വിട്ട് അല്ലെങ്കിൽ ഒരു ചാറ്റിൻ്റെ അപ്പുറം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അപ്പുറം ഒക്കെ മാറി ഒരു സ്ഥലത്തേക്ക് വന്നപ്പം എനിക്ക് ആ പഴയ ആ ഒരു ട്രോമ വരുന്നു. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ ചെയ്യുന്നത് മുഴുവൻ വേറൊരു രീതിയിലാണ്, അതായത് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ വേറൊരു ക്യാരക്ടറായിട്ട് മാറുകയാണ് അവിടെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ രേണു സുധി സ്വയം സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, അവർ ഫെയിലായി അല്ലെങ്കിൽ വേറൊരാളുടെ ചാൻസ് പോയി എന്നൊക്കെ അവരെന്നെ സ്വയം സമ്മതിക്കുന്നുണ്ട്. അവർക്ക് വയ്യാന്ന് അവർ പറയുന്നുണ്ട്. അവിടെ ഫുഡിൻ്റെ സ്കേഴ്സിറ്റി ഭയങ്കര കൂടുതൽ ഈ സീസണിൽ, അത് ഭയങ്കര കൂടുതൽ. അവർ പച്ചരി തിന്ന് നടക്കുന്നത് അനുമോൾ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പഞ്ചസാര കൂടുതലായിട്ട് കഴിക്കുന്നത് ഇവരെ പേടിച്ചിട്ട് പലരും മുകളിലെടുത്ത് വെക്കുകയായിരുന്നു. രേണുസുധി കൂടുതൽ പഞ്ചസാര കഴിക്കുന്നു എന്നൊക്കെ. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ് ന്യൂട്രീഷൻ ഇല്ല, ഓൾറെഡി ഇങ്ങനത്തെ ഒരു ട്രോമ തലക്കടിച്ചിരിക്കുക. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ്റെ അകത്ത് അവർ തളരാത് മതി. ഇനിയിപ്പോൾ ഞാൻ പറയാം, ഇവർ ഈ ട്രോമ അടിച്ച് തളർന്ന രേണുസുധി നാളെ റീൽസ് എടുത്തിട്ട് വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം അവരവരുടെ കംഫർട്ട് സോണിലേക്കാണ് പുറത്ത് വന്നത്. അവർ കംഫർട്ടബിൾ ആവും. അവർ ഇതിന്നൊന്നൊരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 20 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് അവർ ബാക്ക് ടു എന്താ പറയുക 2-3 ഓൺലൈൻ ചാനലുകൾ അവരെ പൊക്കിക്കൊണ്ടും അവരങ്ങനെ മെല്ലെ ഫ്രണ്ട്സും സർക്കിളും ഒക്കെ ആയിട്ട് അവരുടെ പഴയ കുറേ റീൽസും സെറ്റപ്പൊക്കെ ആയിട്ട് അവരങ്ങനെ വന്നോളും. ഓക്കെ, വരണ്ട അല്ലെങ്കിൽ വരാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരെ എന്താ പറയുക, അവരെ ഡെയിലി ഫുഡിൻ്റെ ഭാഗമായിട്ട് അരി മേടിക്കാനുള്ള പരിപാടി തന്നെയാണ് അതൊക്കെ. അപ്പോൾ അതിലേക്കൊക്കെ അവർ വന്നോളും, മെല്ലെ അവർ വന്നോളും. ബട്ട് ഏതൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിനും വരാവുന്ന, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആളുകൾക്ക്, ഒരു 20 ആൾ കയറി കഴിഞ്ഞാൽ ഒരു 4-5 ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അങ്ങനത്തെ ട്രോമാസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വലിയ രീതിയിലാണ് സർവൈവ് ചെയ്ത് പോകുള്ളൂ. എന്നാലും അവർക്കും ദുരിതകഥ പറയാൻ കുറേ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രേണുസുധീൻ്റെ കേസിൽ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. കാരണം ഓൺലൈൻ മീഡിയാസിനെ എവിടെയെങ്കിലും ദൂരത്ത് കണ്ടടക്കം ഭാവാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ബൈറ്റ് കൊടുക്കുന്ന ഒരാളാണ് ഇവർ. ഈ എയർപോർട്ടിലെത്തിൻ്റെ ഓൺലൈൻ മീഡിയാസിനെ കണ്ടപ്പോൾ ഭൂതങ്ങളെ കണ്ട പോലെ ഇന്ന് രേണുസുധീയുടെ ബിഹേവിയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും തന്നെ നമുക്ക് അവരുടെ ഒരു ബോഡി ലാംഗ്വേജും അവർ പോകുന്നൊരു അവസ്ഥയും മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാ പറഞ്ഞ ഞാൻ ഓക്കെ ആയിട്ടില്ല, 2 ദിവസം എടുക്കുമായിരിക്കും. ചേച്ചിക്ക് ഇതിന് ഒരുപാട് അനുഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത്. അപ്പൊ കൂടെ നിന്നൊരാളെ തന്നെ ഇങ്ങനെ പ്രതികരിക്കുമ്പോ എന്താ തോന്നി? പിന്നീട് സംസാരിക്കാം. അനുമോളെ കുറിച്ചിട്ടൊക്കെ എന്താ സംസാരിക്കാനുള്ളത്? അത് ചേച്ചി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മള് ദൂരം വന്നതല്ലേ, നമ്മള് കാരണം വൈറലായിട്ട് ഇപ്പൊ ബിഗ് ബോസിൽ കയറി കഴിയുമ്പോ ഭയങ്കര ജാടയായിട്ട് തോന്നുന്നു. ചേച്ചിനെ പറ്റി ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പേനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ സത്യമാണോ? നിങ്ങൾ കണ്ടിട്ടൊന്നും കാണുന്നില്ലല്ലോ, സംസാരിക്കാത്തതിന്റെ കാര്യം അല്ല, ഒരു 5 മിനിറ്റ് നിൽക്കാൻ പറ്റില്ലേ? അത്ര വയ്യാതെയോ? അത് നമുക്ക് ഞാൻ വന്നത് അവിടുന്ന് വന്നു, അതുകൊണ്ടല്ലേ. അല്ല, നമുക്ക് അവിടെ ഇരിക്കാം. ഈ ഔട്ടായി വന്ന എല്ലാരും പറഞ്ഞത് ബിഗ് ബോസിനെ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് അല്ല രേണുസുധി. എന്തിനാ വെറുതെ ഒരാളുടെ അവസരം എന്തിനാ നഷ്ടപ്പെടുന്നത്? അവരുടെ അഭിപ്രായം. ഒരുപാട് എന്താ പറയാ അഭിപ്രായങ്ങളുണ്ടല്ലോ, പലർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ കയറി അത്ര ദിവസം എനിക്ക് മൈൻഡ് ഓക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരിട്ടാണ് പറഞ്ഞത് മൈൻഡ് ഓക്കെ അല്ല, പോണോന്ന് പറഞ്ഞു ഞാൻ പോകുന്നു. അപ്പോൾ ഈ രേണുസുധിയുടെ കേസിൽ ഇപ്പോൾ ഫസ്റ്റ് ആ ഒരു PR പരിപാടി പൊട്ടി. കസിനാണോ PR ആണോ എന്ന് പറയാൻ പാടില്ല, എന്നാലും അത് പൊട്ടി.
അതും പൊട്ടി. തലയിലെ പെയിനിൻ്റെ വിഷയം, ഹൈജീൻ്റെ ഇഷ്യൂ, അവർക്ക് സത്യം പറഞ്ഞാൽ കൊട്ട് തന്നെയായിരുന്നു അതിനകത്ത്. ബാക്കിയുള്ളവർ ഇവരുടെ ഒരു ബേസിക് നേച്ചർ മനസ്സിലാക്കിയപ്പോൾ റിയാക്ട് ചെയ്യുന്ന അങ്ങനെ വരാത്ത ഒരാളാന്നൊക്കെ മനസ്സിലായപ്പോൾ നല്ല കൊട്ടന്നെയായിരുന്നു കൊട്ടിയത്. പിന്നെ മസ്താനി കയറിയിട്ട് മറ്റേ ശവപ്പെട്ടിയിലെ രാസ്താണി എന്ന് പറഞ്ഞ പോലെ വിധവാ കാർഡ് എന്ന് പറഞ്ഞ ഐറ്റം പുറത്തിട്ടിട്ട് അപ്പോൾ നല്ല രീതിയിൽ കൊട്ടി വിട്ടു. ഓക്കെ, അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡും ബോഡിയും പോയി, കംപ്ലീറ്റ്ലി പോയി. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു റിയാലിറ്റിയാണ്. ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഇറങ്ങുന്ന ഓരോ വ്യക്തികളും ബിഗ് ബോസിനകത്ത് സർവൈവ് ചെയ്തതിനേക്കാൾ കൂടുതൽ പുറത്ത് സർവൈവ് ചെയ്യണം. അങ്ങനത്തെ ഒരു സീനുണ്ട് ഇവിടെ. ഓക്കെ, അതിന്ന് നമ്മൾ എന്താ പറയുക, ഒഴുക്കിനെതിരെ നീന്തി കയറി വരാൻ പറഞ്ഞ ശേഷം പാടുള്ള പരിപാടിയാണ്. നീന്തി വന്നേ പറ്റൂ, കാരണം ലൈഫാണ് മുന്നോട്ട് പോകുന്നത്. ബിഗ് ബോസ് പോയതുകൊണ്ട് ലൈഫ് തീരാനൊന്നും പാടില്ല. രേണുവിന് ഇപ്പം അങ്ങനെ മതി, കുറച്ച് സമയം എടുത്താലും രേണുവിന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സപ്പോർട്ട് ചെയ്യുക. ബാക്ക് ടു കണ്ടന്റ് മേക്കർ രേണു ഉണ്ടല്ലോ, ഏത് ആ ഒരു രേണുവിൻ്റെ ലെവലിലേക്ക് രേണു കയറി വന്നു കഴിഞ്ഞാൽ രേണുവിന് ബെറ്ററാണ്. അല്ലാത്ത സാഹചര്യത്തിൽ ഇതിൻ്റെ മുകളിൽ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നി ഇനി രേണു സുധി എന്ന് പറഞ്ഞുള്ള ഒരു കോണ്ടന്റ് തന്നെ ഇല്ലാതാവും. ആൻഡ് ഈ ഒരു ബിഗ് ബോസ് കാരണം രേണു സുധി എന്ന് പറഞ്ഞ ഒരാളെ തന്നെ ചിലപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് വേറൊരു ഡയമെൻഷനിൽ കാണേണ്ട ഒരു അവസ്ഥയ്ക്കും കാര്യങ്ങൾ ചിലപ്പോൾ അധികം മാറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കല്ല് പോലെ നിന്ന രേണു സുധി അങ്ങോട്ട് അലിഞ്ഞു പോണ ഒരവസ്ഥയ്ക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മാറാം. ബട്ട് ദ റിയാലിറ്റി ഈസ് അവർക്ക് എനിക്ക് ഈ ട്രോമയുടെ കേസ് എനിക്കെന്തോ അത് ഞാൻ ഒരുപാട് ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യം സപ്പോർട്ടായിരുന്നു, പിന്നെ ഇവരുടെ കാട്ടായോ ഇവരുടെ ഈ മാറ്റി പറച്ചിലൊക്കെ എക്സ്പോസ്ഡ് ആയപ്പോൾ എന്തെന്നാ അവർ കാണിക്കുന്നത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇവരുടെ ഈ ഒരു ബോഡി ലാംഗ്വേജും ഇവരുടെ ഈ നേച്ചറും കാണുമ്പോൾ ഇത് ഇറങ്ങി വന്നതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഒരു മാസ്ക് എടുത്ത് വെച്ചൊന്നായിട്ട് തോന്നുന്നില്ല. ജെന്യുവിൻലി അവിടെ നിന്നുള്ള ട്രോമ അവർക്കുണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി അവരെ കാണുമ്പോൾ ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസാണ്. ഒരു BB ഇപ്പം നിങ്ങൾ പറയും 30 ദിവസമല്ലേ, 30 ദിവസം 3 ദിവസം നിങ്ങൾ അതുപോലെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാടുള്ള പരിപാടിയാണ്. സോ കാണുന്ന വ്യൂവേഴ്സിന് മേ ബി അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവും. ഇത് 30 ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് 30 ദിവസമാണ്. 30 ദിവസം അവർക്ക് 3 വർഷം പോലെ തോന്നിയെന്നൊക്കെ അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, അവർ വരും, തിരിച്ച് വരുമായിരിക്കും. തിരിച്ച് വരാതിരുന്നിട്ട് കാര്യമില്ല, ഞാൻ ലൈഫ് മുന്നോട്ട് പോകണം. തിരിച്ച് വന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ പലർക്കും സംഭവിച്ച പോലെ ബിഗ് ബോസ് കഴിഞ്ഞ് ഇപ്പോഴും പലരും വേണമെന്ന് എക്സ്ക്ലൂസിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പല ആളുകളും ഇപ്പോഴും ബിഗ് ബോസിൽ നിന്ന് വന്ന ട്രോമകൾ സർവൈവ് ചെയ്യാൻ പറ്റാതെ, പുറത്ത് ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ, ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായി ലൈഫ് ഭയങ്കര പൊട്ടിപ്പാളീസായിട്ടിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഓക്കെ, അത് ഷോയുടെ പ്രശ്നം കൊണ്ടല്ല, ബിക്കോസ് ഷോ അങ്ങനെയാണ്, അത്രയും നമ്മൾ ഇമോഷൻ വെച്ച് കളിക്കുന്ന ഒരു ഷോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ എഴുതി കൊടുത്തു പോകുന്നത്. ആൻഡ് വിന്നർ എൻഡ് ഓഫ് ദ ഡേ ഒരാളെ ആവും എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് അറിയാം. സോ അതൊരു ഗ്യാംബ്ലിംഗ് ആണ്. ഗ്യാംബ്ലിങ് കണ്ടറിഞ്ഞെടുക്കാനേ പറ്റൂ, കണ്ടറിഞ്ഞേ എടുക്കാൻ പാടും. മനസ്സിലായി? ഇപ്പം ഞാനും നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് എനിക്ക് എന്തൊക്കെ കേൾക്കുന്നുണ്ട് ഈ സീസണിൽ വീഡിയോ ഇടുമ്പോൾ എന്തൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ എൻ്റെയൊക്കെ മൈൻഡ് എങ്ങനെയാണ്, കാരണം ഞാൻ സക്സസ്ഫുള്ളാണ്, നമ്മൾ ആ മൈൻഡുള്ള ആൾക്കാർ. അതല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ ഭയങ്കര പാടായി ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ല. നമുക്കൊരു സെൽഫായിട്ടുള്ളൊരു സന്തോഷമുള്ള ഒരു മൊമെൻറ്റെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് പോകും. ഇത് ഞാൻ ബിഗ് ബോസിൽ ഇനി അപ്ലൈ ചെയ്യാനും പോകാനും താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും അവരും കൂടി കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം രേണു സുധീൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നതൊക്കെ നല്ലൊരു എക്സാമ്പിളാണ് ലൈഫിൽ. ഓക്കെ, ബിക്കോസ് ഈ ഒരു ഷോ ഇനി വളരും തോറും കുറേ ആളുകൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മളുടെ സോഷ്യൽ മീഡിയ പല യൂണിവേഴ്സിലും പല ആളുകളും ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടി മാത്രം, ഈ രേണു സുധി ആണെങ്കിലും ഒരു 1.5 വർഷം കണ്ടിന്യൂസ് അടിച്ച് മുട്ടിയിട്ടാണ് ബിഗ് ബോസ് ഷോയിൽ കയറിപ്പോയത്. അതിനുവേണ്ടി മാത്രം കണ്ടന്റ് ഉണ്ടാക്കി ബിഗ് ബോസ് ഒറ്റ ടാർഗറ്റാക്കി വെക്കുന്നത്. ഇപ്പോൾ അനീഷ് ഈ വർഷം കയറി അനീഷ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ്സ് ഫൈൻ, അല്ലെങ്കിൽ പാടാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഞാൻ പറഞ്ഞില്ല, ഇതിനൊരു മൊമെൻറ്റ് നമുക്ക് ഹാപ്പി ആയിട്ട് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പോടാവില്ല എന്ന് പറഞ്ഞിട്ട് പോവാം. മനസ്സിലായോ? അപ്പോൾ രേണു സുധിയുടെ കേസിൽ എനിക്കിതെന്തോ പറയണം തോന്നി. കാരണം എനിക്ക് അവരുടെ അവസ്ഥ കണ്ടപ്പോൾ എന്തൊക്കെയോ എന്തെന്നായി ഒരു പാവം ഫീൽ തോന്നിയില്ലേ. ഈ നാളെ വന്നിട്ട് ഇനിയിപ്പോൾ ഇവർ വേറെ എന്തെങ്കിലും ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഷോ കഴിഞ്ഞിട്ടോ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർ പഴയ പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. ഇപ്പോൾ ഈ വീട് കിടക്കുന്ന ആളെ കുത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അവരുടെ അവസ്ഥ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവും ചിലപ്പോൾ ബിഗ് ബോസ് ഷോയിൽ പോയി കഴിഞ്ഞാൽ എന്നുള്ളത് ഒരു റിയാലിറ്റി എല്ലാവരും കാണുന്ന പ്രേക്ഷകരും കൂടി അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ വന്ന് പറഞ്ഞത്.